നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ കേരളത്തിന്റെ അഭിമാനമാണ് സഞ്ജു സാംസൺ. IPL-ലൂടെ വളർന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനായി ഏകദിനത്തിലും T20-യിലും കളിക്കാൻ സഞ്ജുവിന് ഭാഗ്യം ലഭിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സഞ്ജു സാംസണിനെ പോലെ ആരാധക പിന്തുണ ലഭിച്ച മറ്റൊരു കേരള താരവും ഇല്ല എന്ന് തന്നെ പറയാം. കേരള ക്രിക്കറ്റ് ടീമിൽ നിന്ന് ഇന്ത്യൻ ടീമിലേക്ക് എത്തുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ വളർച്ച അഭിമാനം നൽകുന്ന കാര്യം കൂടിയാണ്. അതത്ര എളുപ്പവുമല്ല. എന്നാൽ കേരള ടീമിനൊപ്പമുള്ള തുടക്ക സമയത്ത് ചില വലിയ വിവാദങ്ങളായിരുന്നു സഞ്ജുവിനെ വേട്ടയാടിയിരുന്നത്. കരിയറിനെ അത് വല്ലാതെ പിടിച്ചു കുലുക്കിയിട്ടുണ്ടായിരുന്നു. സഞ്ജു സാംസൺ കേരള ക്രിക്കറ്റ് ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിലെ സാധനങ്ങൾ തല്ലിപ്പൊട്ടിച്ചുവെന്നും ടീമിന്റെ അനുവാദമില്ലാതെ യാത്ര പോയെന്നടക്കമുള്ള പല ആരോപണങ്ങളും ഉയർന്നിരുന്നു. ഡ്രസ്സിംഗ് റൂമിൽ ബാറ്റ് ഇറങ്ങി പൊട്ടിച്ചിട്ടുണ്ടെന്നും ഇതിനെക്കുറിച്ച് ഒരിക്കൽ സഞ്ജു തന്നെ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കേരള ടീമിനുള്ളിൽ അന്ന് സംഭവിച്ചതിനെക്കുറിച്ച് സഞ്ജു പറഞ്ഞത് വളരെ നിരാശയോടെയായിരുന്നു. കേരള ടീമിനൊപ്പം തുടർച്ചയായി ഫോം ഔട്ട് ആയത് വളരെയധികം നിരാശനാക്കിയിരുന്നു. ഡ്രസ്സിംഗ് റൂമിലെത്തുമ്പോൾ ഇതിന്റെ നിരാശ എല്ലാ താരങ്ങളും പ്രകടിപ്പിക്കാറുള്ളതാണ്. ബാറ്റ് എറിയുകയും ഹെൽമെറ്റ് എറിയുകയും ഗ്ലൗസ് എറിയുകയും എല്ലാം ചെയ്യുന്നത് ഇതിന്റെ ഭാഗമാണ്. താൻ ഒന്നല്ല 10 ബാറ്റെങ്കിലും എറിഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് തികച്ചും വ്യക്തിപരമായി ഡ്രസ്സിംഗ് റൂമിലെ വൈകാരിക പ്രകടനമായിട്ടാണ് അതിനെ കണക്കാക്കിയിട്ടുള്ളത്. അത് എല്ലാ താരങ്ങളും ചെയ്യുന്നതാണ്. കാരണം അത്തരം വൈകാരികതയും വാശിയും ഇല്ലാതെ ക്രിക്കറ്റിൽ വളരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ താനും ഇത്തരം കാര്യങ്ങൾ എല്ലാ ക്രിക്കറ്റ് താരങ്ങളെ പോലെ ചെയ്യാറുണ്ട് എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് സഞ്ജു. എന്നാൽ ഡ്രസ്സിംഗ് റൂമിലെ ഈ സംഭവം തെറ്റായ രീതിയിലാണ് പുറത്തായത്. താൻ ടീമിന്റെ അനുവാദം ഇല്ലാതെ ടൂർ പോയി എന്നും ആരോപണമുണ്ടായിരുന്നു. എന്നാൽ അന്ന് സഹപരിശീലകരോട് താൻ ചോദിച്ചിരുന്നു, ടീമിന്റെ പരിശീലനമോ അതോ മീറ്റിങ്ങോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ ഒന്നുമില്ല എന്ന മറുപടി കേട്ടതിന് പിന്നാലെയാണ് ഇത്തരം കൂട്ടുകാർക്കൊപ്പം ടൂർ പോയതെന്നാണ് സഞ്ജു അന്ന് പറഞ്ഞത്. സർഫിംഗ് തനിക്ക് ഇഷ്ടമാണ്, മാനസികമായ പിരിമുറുക്കൻ മറക്കാമെന്നാണ് അന്ന് യാത്ര പോയത്. എന്നാൽ തിരിച്ചു വരുമ്പോൾ സംഭവം മറ്റൊരു തരത്തിലാവുകയായിരുന്നുവെന്നും സഞ്ജു ഓർക്കുന്നുണ്ട്. ക്രിക്കറ്റിനെ വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് കാണാൻ ശ്രമിക്കുന്നത്. ഇതുവരെ മീറ്റിംഗിൽ വൈകിയെത്തുകയോ പരിശീലനത്തിൽ വൈകിയെത്തുകയോ ചെയ്തിട്ടില്ല. എന്നാൽ പലതും വളച്ചൊടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് സഞ്ജു പറഞ്ഞത്. പിതാവിനെ കേരള ക്രിക്കറ്റ് ടീമിന്റെ ഗ്രൗണ്ടിൽ നിന്ന് വിലക്കിയെന്ന തരത്തിലും ആരോപണം ഉയർന്നതിനും ഇതിനെക്കുറിച്ചും സഞ്ജു പ്രതികരിച്ചിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് സഞ്ജു പ്രതികരിച്ചത്. ഒരു ക്രിക്കറ്റ് താരത്തിന് ഏറ്റവും വേണ്ടത് മത്സരങ്ങളെക്കുറിച്ചുള്ള അറിവാണെന്നും സഞ്ജു അന്ന് പറഞ്ഞിരുന്നു. മത്സരത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെ വീറും വാശിയും കാട്ടിയിട്ട് കാര്യമില്ല എന്നാണ് സഞ്ജു പറയുന്നത്. പൊതുവെ ശാന്തനായ താരമാണ് സഞ്ജു. ഇന്ത്യൻ ടീമിൽ അവസരം കുറവായിരുന്നിട്ടും അദ്ദേഹത്തിന് വലിയ ആരാധക പിന്തുണ ലഭിക്കാൻ കാരണങ്ങളിലൊന്ന് സഞ്ജുവിന്റെ ഈ സ്വഭാവം തന്നെയായിരുന്നു. വലിയ ആത്മവിശ്വാസം സഞ്ജുവിനുണ്ട്. അർഹതയുണ്ടായിട്ടും പലപ്പോഴും സഞ്ജു ഇന്ത്യൻ ടീമിൽ നിന്ന് തഴയപ്പെടുകയായിരുന്നു. എന്നാൽ ഇന്ത്യൻ ടീമിൽ നിന്ന് മനഃപൂർവ്വം തഴയുന്നുവെന്ന് തോന്നിയിട്ടില്ല എന്നും കളിക്കാൻ വിളിക്കുമ്പോൾ പോയി കളിക്കുക എന്നതാണ് തന്റെ നിലപാടെന്നുമായിരുന്നു സഞ്ജു പറഞ്ഞത്. രാജസ്ഥാൻ റോയൽസിലൂടെ വളർന്ന് ഇന്നിപ്പോൾ ടീമിന്റെ നായകനാകാനും സഞ്ജുവിനെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിനെ ഫൈനലിൽ കളിപ്പിക്കാനും സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട്.